ഹലോ നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഈയിടയ്ക്ക് ഓയിസ്റ്റർ വാങ്ങാനായിട്ട് അഞ്ചുതെങ്ങിൽ പോയി. അവിടുന്ന് കൊണ്ടുവന്ന് കഴിയിട്ട് നമുക്കത് ഇന്ന് തയ്യാറാക്കുന്ന വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ആ ഓയിസ്റ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പം ഞാൻ അവിടുന്ന് 5 കിലോ ഓയിസ്റ്ററാണ് വാങ്ങിച്ചത്. അപ്പം പിന്നെ അത് നിങ്ങളെ ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് 5 കിലോ ഓയിസ്റ്റർ. അപ്പോൾ നിങ്ങൾ ഓയിസ്റ്റർ കണ്ടിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഇത്രയും നീളമുണ്ട്. ഇതാണ് മുരിയിറച്ചി അല്ലെങ്കിൽ ഓയിസ്റ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓയിസ്റ്ററിൻ്റെ പ്രിപ്പറേഷനാണ്. നമുക്ക് ഇത് തുടങ്ങാം. ആദ്യം തന്നെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് ഒരു ചെറിയ കക്കയുടെ അംശം പോലും വരാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം. ഇത് ഒരു 5-6 തവണ നല്ല പോലെ കഴുകിയെടുക്കണം. ഇച്ചിരി ക്ഷമയൊക്കെ വേണം. നല്ലപോലെ കഴുകിയെടുത്തോണ്ട് അപ്പം ഞാനിത് കഴുകിയിട്ട് വരാവേ. അപ്പം നമ്മുടെ ഓയിസ്റ്റർ എല്ലാം 7-8 തവണ ഞാൻ നല്ലപോലെ ഞെരടി കഴുകി എടുത്തത്. അതിനകത്തെല്ലാം പൊടിയായിട്ട് ഈ ചെറിയ കക്കയുടെ പീസുകൾ ഉണ്ടായിരുന്നു. ചെറിയ പൊടി, അതിന് അവരെന്താ പറയുന്നത് കേട്ട്. അതൊക്കെ നമ്മുടെ നമ്മൾ കഴിക്കുമ്പോഴേ ശ്രദ്ധിച്ച് ഇത് കഴുകിയെടുത്ത് അതിനകത്ത് നിന്ന് അതെല്ലാം കളഞ്ഞില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. പിന്നെ കുടലിനെയൊക്കെ ഇത് ബാധിക്കുന്ന അവല് മുറിവൊക്കെ ഉണ്ടാവും. അപ്പം നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യമായിട്ടാണ് ഓയിസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ പ്രധാനമായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി വേണം, സവാള വേണം, അതുപോലെ തന്നെ തക്കാളി, തേങ്ങാക്കൊത്ത്, കുരുമുളകാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, പച്ചമുളക്. ഞാൻ 2-3 പിന്നെ ഇത് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ വെളുത്തുള്ളി അങ്ങനെ അധികം ആരും ഉപയോഗിക്കുന്നില്ല, എന്നാലും ഞാൻ 2-3 ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗരം മസാല എന്ന് പറഞ്ഞാൽ ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, പെരിഞ്ജീരകം. ആവശ്യത്തിന് ഉപ്പും പിന്നെ എണ്ണയും. ഈ ഓയിസ്റ്ററിന് അധികം വെള്ളം വേണ്ട, ഓയിസ്റ്ററിനകത്ത് മുഴുവനും വെള്ളമാണ്. അതുപോലെ പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് ഓയിസ്റ്റർ അങ്ങോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, വേവിച്ചെടുക്കുകയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ്. നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയുള്ളതാണ്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേകട്ടെ. കുക്കറിനകത്ത് ഒന്നും വേവിക്കാൻ പാടില്ല. ഇതിനൊന്നും അധികം വേഗമൊന്നും ഇല്ലാത്തതാണ്. ഒരു സ്വല്പം, അതായത് ഒരു 10 മിനിറ്റ്, 10 പോലും വേണ്ട, എന്നാലും ഞാൻ ഒരു 10 മിനിറ്റ് വേവിക്കാൻ പോവാണ്. ഈ ഓയിസ്റ്റർ ആണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ വലിയ ഗ്രില്ല് ചെയ്യുകയാണ്. പിന്നെ ചാർക്കോളിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കും. കക്കയ്ക്കകത്ത് തന്നെ ഈ ഓയിസ്റ്ററും വെച്ചിട്ട് പിന്നെ നല്ല തീ കൊടുത്ത് അത് അതിനകത്ത് ഇച്ചിരി സോസും പിന്നെ 1-2 സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അവർ അന്നേരം തന്നെ അതെടുത്ത് കഴിക്കുക. നമ്മളാണ് ഇത് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. നമ്മളെല്ലാ സാധനവും അങ്ങനെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് വേകുമ്പോഴത്തേന് ഇത് പാല് പോലെ പൊങ്ങി വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, പാല് തിളച്ച് വരുന്നത് പോലെ. ഇതിപ്പോൾ 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് ആയപ്പോൾ ഇത്രയും ഇതിനകത്ത് ഇതിൻ്റെ ഈ വെള്ളം ഉണ്ട്. ഇത് പറ്റണം, കുറച്ചെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. നമ്മളിത് ഒത്തിരി നേരം വേവിക്കാൻ പാടില്ല. ഞാനൊരു 15 മിനിറ്റ് വേവിച്ചു. ഇനി നമ്മൾ ഇത് നിർത്തിയിട്ട് നമുക്കിനി വഴറ്റാൻ വെക്കാം. ഇനി നമുക്കത് വഴറ്റാനായിട്ടുള്ള പരിപാടി, റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഹിൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ഫ്രൈ ചെയ്യാനായിട്ട്.
ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി കൂടുതൽ സവാളയുണ്ട്. ഇഞ്ചി ഇടാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും എല്ലാം കിടന്ന് വാടട്ടെ. 2 വെളുത്തുള്ളിയും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ്. നമ്മുടെ സവാള ഉള്ളിയും എല്ലാം കൂടെ നല്ല ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. നല്ലപോലെ റോസ്റ്റായി. അതുകൊണ്ട് നമുക്കിനി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഓയിസ്റ്ററിനകത്ത് ഉപ്പൊക്കെ ഇട്ടാണ്, എന്നാലും ഒരു തുള്ളി ഉപ്പും കൂടെ ഞാൻ ഇടുകയാണ്. കൂടി പോയാലും അതുപോലെ ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയും എല്ലാം നല്ല പോലെ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു കളറിന് കാശ്മീരി മുളക് പൊടി. ഓയിസ്റ്റർ എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. ഈ ലെവലിലാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടോ? ഇനി നമുക്ക് ഇതിനകത്ത് കുരുമുളകും ഇടണം. ഇത് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചതും ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഓയിസ്റ്റർ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി പെരിഞ്ജീരകം കുറച്ച് മിക്സിയിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണേ. അതുപോലെ കുരുമുളക് ഇട്ടില്ല. അയ്യോ, ഇതിൻ്റെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇടുക്കി ഗോൾഡ്. നമ്മൾ നല്ല പോലെ ഇതൊന്നുകൂടെ ഉണക്കുകയാണ്, ഫ്രൈ ആക്കി എടുക്കുകയാണ്. കുരുമുളക് വേണേൽ സ്വല്പം കൂടെ ഇടാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല എരിവ് വേണം. വേവിച്ചാൽ വന്ന് വേവിച്ചനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് ഓയിസ്റ്റർ. ഓയിസ്റ്റർ ഓയിസ്റ്റർ അത് ചെറുതൊരെണ്ണം കഴിച്ചു നോക്കണം. എരിവും നല്ല ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. നല്ല പോലെ നമ്മുടെ ഓയിസ്റ്റർ റോസ്റ്റ് ആയിട്ടുണ്ട്. അച്ചായൻ വന്നപ്പം തന്നെ ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് പുള്ളിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൊള്ളാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ ഞാനൊരു വാഴയില കൊണ്ടുവന്നിട്ട് അതിനകത്തോട്ടിട്ട് ഒന്ന് നോക്കിയാലോ. അത് ഇപ്പോൾ എടുത്തങ്ങ് തിന്നാൻ കൊതി വരുന്നുണ്ട്. നല്ല മണവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം തിന്ന് നോക്കിയിട്ടേ ഉള്ളൂ കാര്യം. പിന്നല്ലേ ഇലയിലിടുന്നത്. സൂപ്പറാ കേട്ടോ. നല്ല കക്കായിറച്ചിയുടെയും നമ്മുടെ കൊഞ്ചും ഞണ്ട് ഇതൊക്കെ തിന്നുന്ന പോലെയുള്ള ഒരു നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാൻ ഈ ഇലയിലോട്ട് ഇതൊന്ന് കുടഞ്ഞിടാൻ പോവാണേ. ഓ, എന്നാ സ്മെല്ലാണ്. നല്ല അടിപൊളിയായിരിക്കുന്നു. അയ്യടാ. അപ്പൊ നമ്മുടെ ഓയിസ്റ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, ബ്രെഡ്, അപ്പം, പിന്നെ എന്നത്തിന് വേണേലും ആ കൂടെ ഇത് നമുക്ക് കൂട്ടി കഴിക്കാം. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പൊളിയായിരിക്കുന്നു കേട്ടോ, അടിപൊളി. ഞാൻ ഇത്ര വിചാരിച്ചില്ല ഇത്ര നല്ല ടേസ്റ്റ് വരുമെന്ന്. കുരുമുളകാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളത്. നല്ല സൂപ്പറായിരിക്കുന്നു. നിങ്ങൾക്ക് ഓയിസ്റ്റർ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.